വയനാട് ജില്ലയിലും ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചുരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴയും പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനന്തു, രണ്ടു ദിവസം ശക്തമായ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മുതൽ വീണ്ടും ശക്തമായ മഴയാണ് വയനാട്ടിലുള്ളത്. ഇന്ന് ഉച്ചയോടെ തന്നെ സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും സ്കൂളുകൾക്ക് ഇപ്പോൾ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ ചുരത്തിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ പാൽച്ചുരത്ത് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണമാണ്. രാത്രികാല ഗതാഗത നിരോധനമാണ് പാൽച്ചുരത്ത് ഉള്ളത്. ഒപ്പം പേരിയ ചുരത്തിൽ ചുരത്തിലെ മൂന്നാം വളവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അവിടെ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും രാത്രി കാലങ്ങളിൽ അനാവശ്യ യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങുന്നതിനിടയിലാണ് വീണ്ടും മഴ ശക്തമായത് വയനാട്ടിലെ ആളുകളെ സംബന്ധിച്ച് ആശങ്കയിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും വ്യാപകമായി തന്നെ വെള്ളം ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായ രീതിയിൽ കൃഷി നശിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ വയനാട്ടിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളായി 174 കുടുംബങ്ങളിലെ 854 പേരാണ് വിവിധ ക്യാമ്പുകളിലുള്ളത്. ഒപ്പം ഏറ്റവും കൂടുതൽ ഭീതി പരത്തുന്ന ചൂരന്മല മണ്ണിടിഞ്ഞ പ്രദേശത്തെ ആളുകളെയും ഒപ്പം ടൗൺഷിപ്പിന് സമീപം മണ്ണ് കൂട്ടിയിരിക്കുന്ന പ്രദേശത്തെ ആളുകളെയൊക്കെ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്നാലും മഴ ശക്തമായി പെയ്യുന്നത് വയനാട്ടിലെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉള്ളത് ഇപ്പോൾ. ആനന്ദു.